Hello everyone, welcome back to Adrenaline. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ വി ഹവ് കംപ്ലീറ്റഡ് ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് ആൻഡ് നമ്മൾ സെക്കൻഡ് ഇയർ സബ്ജക്റ്റ് തുടങ്ങാൻ പോവാം. അപ്പോൾ പത്തോളജിയിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സെൽ ഇഞ്ചറി എന്ന് പറഞ്ഞ ടോപ്പിക് ആയിരിക്കും ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചാൽ. സോ ബിഫോർ ഐ ബിഗിൻ എഗെയിൻ എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിവിടെ 100% ഫ്രീ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. And also notes slip in the description box. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദ മെൻറ്റേഴ്സ് ഓൾസോ. ഐ ഹോപ്പ് ദറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് വിത്ത് ദാറ്റ് നമ്മൾ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, സെൽ ഇഞ്ചറി. അപ്പോൾ സെൽ ഇഞ്ചറിയിൽ മെയിൻലി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കോസസ് ഓഫ് സെൽ ഇഞ്ചറിയും ടൈപ്സ് ഓഫ് സെൽ ഇഞ്ചറി ആൻഡ് ദ പാത്തോജനസിസ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് സെൽ ഇഞ്ചറി. ഓക്കെ, ഇതാണ് പഠിക്കാൻ. ഇത് മെയിൻലി അഗെയിൻ എസ്എ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സെൽ ഇഞ്ചറിയുടെ പാത്തോജനസിസ് ആണ്. ആൻഡ് ഓൾസോ ഈ പാത്തോജൻസിസ് തന്നെ ഒരു പ്രത്യേക കോസ് ഉണ്ട്, ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ഉണ്ട്. ആ ഫ്രീ റാഡിക്കൽസിൻ്റെ റോളുമാണ് ഈ സെൽ ഇഞ്ചറി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കോസസ് നോക്കാം. അപ്പോൾ കോസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വെറൈറ്റി ഓഫ് കോസസ് ഉണ്ട്. ഈ കോസസ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് വൺ വേർഡ് പഠിച്ച് വെച്ച് സ്വന്തമായിട്ട് സെൻറ്റൻസസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് കോസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോക്സിയാണ്. ഹൈപ്പോക്സിയ ആൻഡ് ഇസ്കീമിയാണ് ഫസ്റ്റ് കോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പോക്സിയ ആൻഡ് ഇസ്കീമിയ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫിസിയോളജി പഠിച്ചിട്ടുണ്ടാവും ഈ രണ്ട് വാക്കും. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോട്ട് ഇനഫ് ഓക്സിജൻ ടു എ പെർട്ടിക്കുലർ സെൽ ഓർ എ പെർട്ടിക്കുലർ ടിഷ്യൂ. സോ ഓക്സിജൻ കുറവ് കാരണം ആ ടിഷ്യൂ മരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഹൈപ്പോക്സിയയുടെ കോസാണ് എന്തെന്ന് വെച്ചാൽ ഇസ്കീമിയ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ MCQ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെൽ ഇഞ്ചറി? മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെൽ ഇഞ്ചറി ഈസ് ഓൾവേസ് ഹൈപ്പോക്സിയ. ഓക്കെ, ഇനി ഹൈപ്പോക്സിയയുടെ കോസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ യു ക്യാൻ ടോക്ക് അബൌട്ട് ഇസ്കീമിയ ആൻഡ് ഹൈപ്പോക്സീമിയ. ഇസ്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ടു എ പെർട്ടിക്കുലർ ഓർഗൻ. ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് പെർഫ്യൂഷൻ ഓഫ് ടിഷ്യൂ. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് ഓക്സിജൻ കുറഞ്ഞുകൊണ്ടൊരു സെല്ല് ഡാമേജസ് ആവും. രണ്ടാമത് ഫിസിക്കൽ ഏജൻസ് ലൈക്ക് ഹീറ്റ്, റേഡിയേഷൻ, പ്രഷർ കൂടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ, അതൊക്കെ ഫിസിക്കൽ ഏജൻസിൽ വരും. കെമിക്കൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ആസിഡ്സ്, ആൽക്കലി, പോയ്സൺ, മെറ്റൽസ്, ഓൾ ഓഫ് ദോസ് കെൻ കോസ് കെമിക്കൽ. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഫ്ലൂറൈഡിൻ്റെ അളവ് വെള്ളത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്താ, ഇപ്പോൾ ഈ ഗോൾഡ്, സെലീനിയം അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതൽ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കുമ്പോൾ സെൽസ് വിൽ ഗെറ്റ് ഡാമേജ്, റൈറ്റ്? പിന്നെ നോൺ മെറ്റൽസ് ആണെങ്കിൽ അഗെയിൻ ഫ്ലൂറൈഡ് പോലത്തുള്ള വാട്ടർ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഫ്ലൂറോസിസ് വരും. അങ്ങനെ. പിന്നെ അടുത്ത് ഇൻഫെക്ഷ്യസ് ഏജൻസ് ഇതൊക്കെയാണ് ഉള്ളത്. വൈറസസ്, ബാക്ടീരിയ, ഫംഗസ്, ഓൾ ഓഫ് ദോസ് ക്യാൻ കോസ് ഡാമേജ്. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ ഏജൻസിൽ ഓട്ടോഇമ്മ്യൂണിറ്റി, ഹൈപ്പർസെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേറ്റ് എസ്എ ക്വസ്റ്റ്യൻ ആണ്. അത് പിന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് ജനറ്റിക് ഡിറേഞ്ച്മെൻറ്റ് വി നോ അല്ലേ, മ്യൂട്ടേഷൻസ് ഉണ്ട്. മ്യൂട്ടേഷൻസ് ആൻഡ് ഓൾസോ മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ DNA വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ബിക്കോസ് ഇത് വാട്ട് വിൽ ഹാപ്പൻ, മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ് ഉണ്ടാവും. മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ഡിഫക്റ്റീവ് എൻസൈംസ് ഉണ്ടാവും, അത് കാരണമുള്ള പ്രശ്നം വരും. പിന്നെ ഫൈനലി ന്യൂട്രീഷണൽ ഇംബാലൻസസ് എന്ന് പറയുമ്പോൾ എന്താ, ഒന്നെങ്കിൽ അണ്ടർ നറിഷ്മെൻറ്റ് വരാം അല്ലെങ്കിൽ ഓവർ നറിഷ്മെൻറ്റ് വരാം, രണ്ട് സംഭവം വരാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എന്താ കോസസ് ഓഫ് സെൽ ഇഞ്ചറി. ഇനി അടുത്തത് മെക്കാനിസം ഓഫ് സെൽ ഇഞ്ചറി ആണ്. അഗെയിൻ മെക്കാനിസം ഓഫ് സെൽ ഇഞ്ചറി എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചറിയുടെ പാത്തോജനസിസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും മെക്കാനിസം ഓഫ് സെൽ ഇഞ്ചറി എഴുതാൻ ശ്രദ്ധിക്കാം. നൗ ദ തിങ് വാട്ട് പാത്തോളജി ഈസ് ദാറ്റ്, പാത്തോളജിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളോടൊക്കെ പറയാമെന്ന് വെച്ചാൽ റോബിൻസ് എന്ന ടെക്സ്റ്റ് ബുക്ക് വായിക്കാനാണ് പറയുക. റോബിൻസ്. അപ്പോൾ ഈ റോബിൻസ് വായിക്കാൻ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ റോബിൻസിൽ ഒരുപാട് പോയിന്റ് ഉണ്ട്, ഒരുപാട് എസ്സേ പോയിട്ട് റോബിൻസിൽ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. പക്ഷെ നമുക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് റോബിൻസിലെ ഫ്ലോ ചാർട്ട്സ് വരയ്ക്കുന്നത്. ദറ്റ് ഇസ് പെത്തോളജിയിൽ കൂടുതൽ നിങ്ങൾ ഫിഗേഴ്സ് എസ്പെഷ്യലി ഫ്ലോ ചാർട്ടിൽ ആൻസർ ആണ് നോക്കുക. ബിക്കോസ് ഒരുപാട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു സിലബസ് ഈ ഒരു പാറ്റേൺ ഓഫ് എക്സാം വെച്ചിട്ട് ഇഫ് യു റൈറ്റ് ലോട്ട് ഓഫ് ഒരുപാട് ഇങ്ങനെ എസ്സേ പോലെ പാരഗ്രാഫ് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല, വായിക്കത്തില്ല. സോ റോബിൻസിലെ ഫ്ലോ ചാർട്ടും റോബിൻസിലെ ഡയഗ്രവും ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ വേഗം പ്രൊഫസേഴ്സ് മാർക്ക് ഇടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക ഫ്ലോ ചാർട്ടിൻ്റെ ബേസിസിലായിരിക്കും ഈ ടോപ്പിക്സ് എല്ലാം ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ഡിക്രീസ്ഡ് ഇപ്പോൾ എന്താ പറയുക കോസസ്, മെക്കാനിസം ഓഫ് സെൽ ഇഞ്ചറി ആണ്. സോ യു ഹാവ് മെനി മെക്കാനിസംസ് ബിഹൈൻഡ് സെൽ ഇഞ്ചറി. അതിൽ ഫസ്റ്റ് മെക്കാനിസമാണ് ഡിക്രീസ്ഡ് ATP പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താ, അഗെയിൻ നമുക്ക് ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ പഠിക്കാം. സോ ഇൻ ദിസ് വൺ
ഹൈപ്പോക്സിയ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഹൈപ്പോക്സിയ ടിഷ്യൂവിന് വന്നു. അപ്പോൾ ടിഷ്യൂവിന് എന്താ സംഭവിക്കുക? ഡ്യൂ ടു ഏതൊരു ഓർഗനും ഓക്സിജൻ കുറഞ്ഞില്ലെങ്കിൽ ഡാമേജ് സംഭവിക്കും. സോ ഹിയർ ATP പ്രൊഡക്ഷൻ എവിടെ നടക്കുന്നത്? പവർ ഹൗസ് ഓഫ് സെൽ നമുക്ക് എല്ലാവർക്കും അറിയാം മൈറ്റോകോൺട്രിയ ആണല്ലേ. സോ ഡാമേജ് മൈറ്റോകോൺട്രിയ സംഭവിക്കും. ആൻഡ് മൈറ്റോകോൺട്രിയയിൽ ഏത് പ്രോസസ്സ് വഴി ATP ഉണ്ടാവുന്നത്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനാണ്. സോ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ കുറയും. സോ ATP പ്രൊഡക്ഷൻ കുറയും. ATP പ്രൊഡക്ഷൻ കുറയുമ്പോൾ മെയിൻലി 3 ചേഞ്ചസ് ആണ് സെല്ലിൽ നടക്കുക. ഏതൊക്കെയാണ് 3 ചേഞ്ചസ്? ഫസ്റ്റ് വൺ ഇസ് ATP വേണം. എന്തിന്? സോഡിയം പൊട്ടാസ്യം ATPase പമ്പ് വർക്ക് ചെയ്യാൻ ATP വേണം. സോ ATP കുറയുമ്പോൾ എന്താ സംഭവിക്കുക? സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ നോർമൽ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പംപ്സ് ഔട്ട് 3 sodium ions ആൻഡ് പംപ്സ് ഇൻ 2 potassium ions അല്ലേ. അപ്പോൾ സോഡിയം പൊട്ടാസ്യം ATPase പമ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സോഡിയം അയോണിൻ്റെ എൻട്രി ആയിരിക്കും നടക്കുക. റാദർ എക്സിറ്റ് എൻട്രി നടക്കും. പൊട്ടാസ്യത്തിൻ്റെ ഇഫ്ലക്സ് നടക്കും. ആൻഡ് കാൽസ്യം ആൻഡ് വാട്ടർ വിൽ ഓൾസോ എൻ്റർ അലോങ് വിത്ത് ദാറ്റ്. ബിക്കോസ് എപ്പോഴും സോഡിയത്തിനോട് വാട്ടർ എന്ന് പറയാറില്ല. നമ്മൾ സോഡിയത്തിൻ്റെ കൂടെ എപ്പോഴും വാട്ടർ അക്കമ്പനീസ് സോഡിയം എന്ന് പറയത്തില്ലേ. അപ്പോൾ സോഡിയം എൻ്റർ ചെയ്യുന്നതിൻ്റെ കൂടെ വാട്ടറും എൻ്റർ ചെയ്യും. അങ്ങനെ വാട്ടർ എൻ്റർ ചെയ്തുള്ള പ്രശ്നം എന്താണ്? അവർ സെൽ വിൽ സ്റ്റാർട്ട് സ്വെല്ലിങ്. സെൽ സ്വെല്ലിംഗ് എന്ന് പറഞ്ഞൊരു ചേഞ്ച് സംഭവിക്കും. സെൽ സ്വെല്ലിംഗ്. അപ്പോൾ സെല്ല് ഇങ്ങനെ വീർത്ത് വരുമ്പോൾ ഈ ഒപ്പം തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും വീർത്ത് വരും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മേലെ എന്തുണ്ട്? റൈബോസോംസ് ഉണ്ട്. അപ്പോൾ റൈബോസോംസ് എല്ലാം ഡിറ്റാച്ച് ചെയ്യും. അങ്ങനെ ഡിക്രീസ്ഡ് പ്രോട്ടീൻ സിന്തസിസ് സംഭവിക്കും. ദാറ്റ് ഇസ് എ ഫസ്റ്റ് മെക്കാനിസം. സെക്കൻഡ് വൺ ATP പിന്നെയും കുറഞ്ഞു. ATP ഇസ് റിക്വയർഡ് ഫോർ എയറോബിക് ഗ്ലൈക്കോലിസിസ്. അപ്പോൾ ATP കുറഞ്ഞുകൊണ്ട് എയറോബിക് ഗ്ലൈക്കോലിസിസ് നടക്കുന്നില്ല. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഏത് ഗ്ലൈക്കോലിസിസ് ആയിരിക്കും ബോഡി കൂടുതൽ പ്രിഫർ ചെയ്യുക? ബിക്കോസ് ഒന്നെന്ന് വെച്ചാൽ ഹൈപ്പോക്സിയ ഇസ് ദ മെയിൻ കോസ് അല്ലേ. അപ്പോൾ ഹൈപ്പോക്സിയയിൽ കുറയുന്ന എന്താ? ഇറ്റ് ഈസ് മെയിൻലി ഓക്സിജൻ ദറ്റ് ഗോസ് ഡൗൺ അല്ലേ. ഓക്സിജനാണ് കുറയുന്നത്. അപ്പോൾ ഓക്സിജൻ കുറയുമ്പോൾ എയറോബിക് ഗ്ലൈക്കോലിസിസ് കുറയും, എനറോബിക് കൂടും. അതൊരു റീസൺ എനറോബിക് കൂടാൻ. രണ്ടെന്ന് പറയുന്നത് എഗെയിൻ ATP ഭയങ്കരമായിട്ട് ബോഡി കുറയും. ATP ബോഡി കുറയുമ്പോൾ സെൽ വിൽ സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ ഓൾട്ടർനേറ്റീവ് വേസ് ടു സിന്തസൈസ് എനർജി. അത് അനറോബിക് ഗ്ലൈക്കോളിസിസ്. എനിവേ അൾട്ടിമേറ്റ് അനറോബിക് ഗ്ലൈക്കോളിസിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ അത് അനറോബിക് ഗ്ലൈക്കോളിസിസിൽ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാകും, എൻ പ്രോഡക്ട്സ്, അതും കൂടും. അതെന്തൊക്കെയാണ്? ഗ്ലൈക്കജൻ ലെവൽസ് കുറയും ഓഫ് കോഴ്സ്. പിന്നെ ലാക്റ്റിക് ആസിഡ് കൂടും. ലാക്റ്റിക് ആസിഡ് കൂടുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? pH ലെവൽ ഓഫ് ദ സെൽ വിൽ കം ഡൗൺ. കൂടുതൽ അസിഡിക് ആവും എൻവയൺമെൻറ്റ്. അസിഡിക് ആവുമ്പോൾ ക്രൊമാറ്റിൻ ക്ലംപിംഗ് വിൽ ഹാപ്പൻ. ഈ വാക്കുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സെൽ സ്വെല്ലിംഗ് എന്ന് പറഞ്ഞ വാക്ക്, ക്രൊമാറ്റിൻ ക്ലംപിംഗ് എന്ന് പറഞ്ഞ വാക്ക് ഇമ്പോർട്ടൻ്റ്. ലാസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സെൽ സ്വെല്ലിംഗ് കാരണം റൈബോസോംസ് ഡിറ്റാച്ച് ചെയ്യും, പ്രോട്ടീൻ സിന്തസിസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ എന്തൊക്കെയാണ് വരിക? pH കുറയും, പ്രോട്ടീൻ സിന്തസിസ് കുറയും, സെൽ സ്വെല്ലിംഗ് ഉണ്ടാവും, ക്രൊമാറ്റിൻ ക്ലംപിംഗ് ഉണ്ടാവും, ഗ്ലൈക്കജൻ ലെവൽ കുറയും. ഇത്രയാണ് ഫസ്റ്റ് മെക്കാനിസം. ഡിക്രീസ് ATP പ്രൊഡക്ഷൻ മെക്കാനിസം വഴി സെൽ ഡാമേജ് നടക്കുക. ഇത് രണ്ടാമത്തെ മെക്കാനിസം ആണ് എന്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഡാമേജ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഏതൊരു ഓർഗനിലേക്കുള്ള ഓക്സിജൻ കുറഞ്ഞാൽ ദാറ്റ് ഓർഗൻ വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് ഡാമേജ്ഡ്. സോ മൈറ്റോകോൺഡ്രിയൽ ഡാമേജ് സംഭവിക്കും ബൈ മീൻസ് ഏതെങ്കിലും മീൻസ് വഴി. ഹൈപ്പോക്സിയ, ടോക്സിൻസ്, നമുക്ക് ഡിഫറെൻറ്റ് കോസസ് സെൽ ഇഞ്ചുറി ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു വഴി വെച്ച് മൈറ്റോകോൺഡ്രിയ ഡാമേജ് സംഭവിക്കും. മൈറ്റോകോൺഡ്രിയയിൽ ഡാമേജ് ദർ ആർ മൾട്ടിപ്പിൾ പ്രോസസ്സസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ മൈറ്റോകോൺഡ്രിയ. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരുപാട് പ്രോസസ്സസ് നടക്കത്തില്ല. അങ്ങനെയാണ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് സെൽ ഇഞ്ചുറി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വൺ ഇസ് അഗെയിൻ ഡിപ്ലീഷൻ ഓഫ് ATP. നമ്മൾ ഓൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ATP ഡിപ്ലീഷൻ പ്രശ്നം ഉണ്ടാക്കുകയെന്ന്. രണ്ടെന്ന് വെച്ചാൽ ഏതൊരു ഓർഗനിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാലും ഫ്രീ റാഡിക്കൽസ് ആർ ജനറേറ്റഡ്. ആക്ച്വലി ഫ്രീ റാഡിക്കൽസ് ആർ ഓൾവേസ് ജനറേറ്റഡ് ഇൻ ദ ബോഡി. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള കോമ്പൗണ്ട്സിനെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് നോർമലി അവർ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ വേറെ മെക്കാനിസംസ് ടു റിമൂവ് ദം. ഇത് എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവും. ഫ്രീ റാഡിക്കൽ ജനറേഷനും ഫ്രീ റാഡിക്കൽ റിമൂവലും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ട്. ബയോകെമിസ്ട്രി പഠിച്ചില്ല, ആൻറ്റി ഓക്സിഡൻസ് വെച്ച് റിമൂവ് ചെയ്യുന്നൊക്കെ. ബട്ട് സംടൈംസ് ഈ ഫ്രീ റാഡിക്കൽസിന് പ്രൊഡക്ഷൻ ഭയങ്കര എക്സസ് ആയിരിക്കും. ആ ഒരു അവസ്ഥയിൽ ഈ റിമൂവൽ മെക്കാനിസംസിന് കോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ അക്യുമുലേഷൻ നടന്ന് സെൽ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ അതൊരു മെക്കാനിസം. പിന്നെ അഗെയിൻ മൈറ്റോകോൺഡ്രിയൽ പെർമിബിലിറ്റി പോവും. അത് ട്രാൻസിഷൻ പോറെന്ന് പറഞ്ഞാൽ നോർമലി അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ്ലി അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. അപ്പോപ്റ്റോസിസിൽ ഈ മെക്കാനിസം ഓഫ് അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ essay ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ഈ ഒരു പോയിന്റ് പഠിക്കും. ദറ്റ് ഈസ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് ആക്ച്വലി
ഇത് മൈറ്റോകോൺഡ്രിയക്ക് 2 മെമ്പറാണെന്ന് പറയും, ഇന്ന മെമ്പർ ഔട്ടർ മെമ്പറിനുണ്ട്. ആൻഡ് ഈ നോർമലി പ്രോഡക്ട്സിന് ഇങ്ങനെ അകത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല മൈറ്റോകോൺഡ്രിയയുടെ. ബട്ട് സംടൈംസ് മൈറ്റോകോൺഡ്രിയക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ ഒരു ട്രാൻസിഷൻ പോറ് ഫോം ചെയ്യും. ഈ ട്രാൻസിഷൻ പോറ് വഴി മൈറ്റോകോൺഡ്രിയയിൽ ഒരുപാട് സാധനങ്ങൾ, പ്രോട്ടീൻസ്, എൻസൈംസ് ഒക്കെ പുറത്തേക്ക് ലീക്ക് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു സെൽ ഇഞ്ചുറി. ഡീറ്റെയിൽ നിങ്ങൾ അപ്പോപ്റ്റോസിസിൻ്റെ മെക്കാനിസം പഠിക്കും. അതാണ് ഈ ട്രാൻസിഷൻ പോർ എന്ന് പറയുന്നത്. അടുത്തത് ലീക്കേജ് ഓഫ് മൈറ്റോകോൺഡ്രിയ, ഓൾറെഡി പറഞ്ഞു, കോൺട്രിബ്യൂട്ടിംഗ് ടു അപ്പോപ്റ്റോസിസ്. സോ ഈ 4 പോയിന്റ്സ് ഷുഡ് ബി റിട്ടൺ ഫോർ ദിസ്: ഡിപ്ലീഷൻ ഓഫ് ATP, ഫോർമേഷൻ ഓഫ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, ഫോർമേഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയൽ പെർമിയബിലിറ്റി ട്രാൻസിഷൻ പോർ, ആൻഡ് ലീക്കേജ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ പ്രോട്ടീൻ ടു സൈറ്റോപ്ലാസം. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫ്ലക്സ് ഓഫ് കാൽസ്യം ആൻഡ് ലോസ് ഓഫ് കാൽസ്യം ഹോമിയോസ്റ്റസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഇവിടെ ഡാമേജ് മൈറ്റോകോൺഡ്രിയൽ പറഞ്ഞതാണ്. കാൽസ്യം വിൽ ഗോ ഇൻ, ലോഡ് ഓഫ് കാൽസ്യം, സൈറ്റോസോളിക് കാൽസ്യം ഭയങ്കരമായിട്ട് കൂടും. ആൻഡ് കാൽസ്യം നമുക്കറിയാം, കാൽസ്യം എന്തിനാണ് വേണ്ടത്? ഫോർ ദ എക്സോസൈറ്റോസിസ് ഓഫ് വേരിയസ് ഹോർമോൺസ് ആൻഡ് എൻസൈംസ്. അപ്പോൾ ഈ കാൽസ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഓൾ ഓഫ് ദീസ് എൻസൈംസ് വിൽ ബി റിലീസ്ഡ്, പുറത്തേക്ക് വരും എൻസൈംസ് എല്ലാം. എന്തൊക്കെയാണ്? പ്രോട്ടിയേസസ്, ഫോസ്ഫോലൈപ്പേസസ്, എൻഡോന്യൂക്ലിയേസസ്, ATPases. നമുക്കറിയാം ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്യുന്ന, ഈ റെസ്പെക്റ്റീവ് സാധനങ്ങൾ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. പ്രോട്ടീസസ് വിൽ ഡൈജസ്റ്റ് പ്രോട്ടീൻസ്. ഇപ്പോൾ ഫോസ്ഫോലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യും, പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യും. സോ യുവർ മെംബ്രെയിൻസ് വിൽ ഗെറ്റ് ഡാമേജ്. എൻഡോന്യൂക്ലിയസ് ആണെങ്കിൽ DNA ബാധിക്കും, HPS ആണെങ്കിൽ ATP കുറയ്ക്കും. സോ ദാറ്റ്സ് ദാറ്റ്. 4ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽസിൻ്റെ അക്യുമുലേഷൻ. ഇത് എഗെയിൻ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ഒറ്റയ്ക്ക് റോൾ ഓഫ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട്, റോൾ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഇൻ സെൽ ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒറ്റയ്ക്ക് ഷോർട്ട് എസ്സേയോ ഷോർട്ട് നോട്ടായിട്ടോ ഈ ഒരു പോയിന്റ് ഒറ്റയ്ക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താണ് ഫ്രീ റാഡിക്കൽസ് എഴുതണം. വാട്ട് ആർ ഫ്രീ റാഡിക്കൽസ്? ഫ്രീ റാഡിക്കൽസ് ആർ ആക്ച്വലി അൺസ്റ്റേബിൾ കെമിക്കൽ കോമ്പൗണ്ട്സ് വിത്ത് എ സിംഗിൾ അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ്. ഓക്കെ, സോ ബിക്കോസ് ഇവർക്ക് ആ ഒരു അൺപെയർഡ്, നമുക്കറിയാം നോർമലി ഇപ്പോൾ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ പറയുന്ന ആറ്റത്തിൻ്റെ ആ ഒരു എലിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? വേറെ ഇനേർട്ട് എന്ന് പറഞ്ഞാൽ ദേ നോട്ട് റിയാക്റ്റീവ്, ദേ ഡോണ്ട് റിയാക്ട് മച്ച്. റീസൺ എന്താ? അവരുടെ ആ ഒരു വാലൻസി, വാട്ട് ഇസ് ഇറ്റ്, അവർക്കിപ്പോൾ 8 ഇലക്ട്രോൺസ് ആണ് വേണ്ടെങ്കിൽ 8 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടല്ലേ നമ്മളവരെ ദേ ആർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. നോർമലി ഈ എലമെൻറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ്? ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഫില്ല് ചെയ്യാനായിട്ടാണ് അല്ലേ? അപ്പോൾ ഇവരുടെ കേസിൽ ഇവർക്ക് ഒരൊറ്റ ഇലക്ട്രോൺ അല്ലേ വേണ്ടൂ. അപ്പോൾ ആ ഇലക്ട്രോൺ പ്രൊക്യൂർ ചെയ്യാനായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിയാക്ട് ചെയ്യാൻ പോകും. അതാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ. ദർ ആർ നമ്പർ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഇൻ അവർ ബോഡി. മെയിൻലി എന്തൊക്കെയാണുള്ളത്? ഓക്സിജൻ ഡിറൈവ് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഓക്സിജൻ ഡിറൈവ് ഫ്രീ റാഡിക്കൽസ് എക്സാമ്പിളാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രോക്സൈഡ്, ഇവരൊക്കെ. പിന്നെ റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ് ഉണ്ട്, NO3 ആൻഡ് NO2, ഇവരൊക്കെയാണ് റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ്. ദെൻ യു ഹാവ് വേരിയസ് കെമിക്കൽസ് ആൻഡ് ഡ്രഗ്സ് generating free radicals. For example, CCl4 എന്ന്, കാർബൺ ടെട്രാക്ലോറൈഡിന് you get CCl3. ഓക്കെ, നൗ എങ്ങനെയൊക്കെയാണ് ഈ ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ 2 രീതിയിൽ ജനറേറ്റ് ചെയ്യും. ഒന്ന്, റിഡോക്സ് റിയാക്ഷൻസിൻ്റെ സമയത്ത് മൈറ്റോകോൺഡ്രിയയിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. രണ്ടാമത്തത് നമ്മുടെ ലൂക്കോസൈറ്റ്സിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഈ മൈറ്റോകോൺഡ്രിയയിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് ഒക്കെ റിഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഈ ഫാഗോസൈറ്റ് ഗ്ലൂക്കോസൈറ്റ്സിൽ ജനറേറ്റ് ചെയ്യണത് ഇസ് ബേസിക്കലി ഡ്യൂറിങ് റെസ്പിറേറ്ററി ബേഴ്സ്. നിങ്ങൾ ഫിസിയോളജിയിൽ ഡീറ്റെയിലി WBC ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് എന്തിനാ ഈ റാഡിക്കൽ ഇവരെ വെച്ചിട്ടാണ് ഈ ബാക്ടീരിയാസിനെയൊക്കെ കൊല്ലുവാനൊക്കെ നമ്മൾ ഫിസിയോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫാഗോസൈറ്റോസിസ് പ്രോസസ്സിനെ യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് യു ഹാവ് ലേൺഡ് ഇറ്റ് ഇൻ ഫിസിയോളജി. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോസസ്സ് സമയത്താണ് ഈ ഫ്രീ റാഡിക്കൽസിനെ ജനറേറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ ഫ്രീ റാഡിക്കലിനെ ജനറേറ്റ് ചെയ്യാമെന്ന് ഈ ഒരു പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? മൈറ്റോകോൺഡ്രിയയിൽ നോക്ക്. ആദ്യം incomplete reduction of oxygen incompletely reduce ചെയ്യുമ്പോൾ you are going to get superoxide. ഓക്കെ, സൂപ്പർ ഓക്സൈഡ് എന്നുള്ള ഫ്രീ റാഡിക്കലിനെ കിട്ടും. എന്നിട്ട് സൂപ്പർ ഓക്സൈഡ് എന്നുള്ള ഫ്രീ റാഡിക്കലിൻ്റെ മേലെ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ആക്ട് ചെയ്യുമ്പോൾ you are going to get ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടായി. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഫെൻറ്റൻസ് റിയാക്ഷൻ എന്ന് പറഞ്ഞ്, ഈ റിയാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അഗെയിൻ ഒരു MCQ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം അബൌട്ട് ഫെൻറ്റൻസ് റിയാക്ഷൻ. MCQ ആണ് കേട്ടോ. ഈ ഫെൻറ്റൻസ് റിയാക്ഷനിൽ ഏത് എലമെൻറ്റിൻ്റെ പ്രസൻസിൽ, Fe2+ എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ പ്രസൻസിൽ ഫെൻറ്റൻ റിയാക്ഷൻ നടന്ന് യു ഗോയിങ് ടു ഗെറ്റ് ഹൈഡ്രോക്സി ഫ്രീ റാഡിക്കൽ, വൺ ഓഫ് ദ മോസ്റ്റ് റിയാക്റ്റീവ് ഫ്രീ റാഡിക്കൽ, കോമൺ ഫ്രീ റാഡിക്കൽ എന്നൊക്കെ ചോദിക്കാം. ആൻഡ് ഹൈഡ്രോക്സി ഫ്രീ റാഡിക്കൽ വിൽ സ്റ്റാർട്ട് കോസിങ് പ്രോബ്ലംസ്.
Or else this superoxide can be converted to peroxynitrate ion, which is another reactive nitrogen species. Okay, ഇതാണ് മൈറ്റോകോൺഡ്രിയ നടക്കുന്ന സിമ്പിൾ. എന്താണ്? ഇൻകംപ്ലീറ്റ് റിഡക്ഷൻ ഓഫ് ഓക്സിജൻ ഗിവ്സ് റൈസ് ടു സൂപ്പർ ഓക്സൈഡ്. അതിൽ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ആക്ട് going to get hydrogen peroxide. ഫെൻഡൻസ് റിയാക്ഷൻ വെച്ച് going to get hydroxy free radical. That's all. ഇനി അടുത്തത് is about this. ഇപ്പോൾ ഫ്രീ റാഡിക്കൽ ഉണ്ടായി, ഈ ഫ്രീ റാഡിക്കൽ എന്താണ് ഉണ്ടാക്കുന്നത്? ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നുണ്ട് വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഇതേ കോസ് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. എന്ത് പ്രോബ്ലംസ് ഒക്കെ കോസ് ചെയ്യുക? ഫസ്റ്റ് ഇവർ പോയിട്ട് they will go and cause lipid peroxidation in the membrane. ഈ ലിപ്പിഡ് പെറോക്സിഡേഷൻ ഇൻ ദ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, സെൽ മെംബ്രെയിൻസ് ഒക്കെ നമുക്കുണ്ട്. ഈ സെൽ മെംബ്രെയിൻസിനെ എല്ലാം പോയി ഡാമേജ് ചെയ്യും. ദാറ്റ് ഈസ് മെൻ ബൈ damage in the cell membrane. So that is this lipid peroxidation എന്ന് പറഞ്ഞാൽ. Second thing, they will cause mutation in the DNA and cause DNA damage. They will cause mutation. Then third point എന്ന് പറഞ്ഞാൽ cross linking and modification of protein. ഈ cross linking and modification of protein എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്ന RNA ഉണ്ടാവും, അതിൽ ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടാവും, പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉണ്ടാവുന്ന പ്രോട്ടീൻസ് ആണ് പിന്നെ എൻസൈമായും നമ്മുടെ ബോഡി ഹോർമോണായും ഒക്കെ മാറുന്നത്. അപ്പോൾ ഈ പ്രോട്ടീനിൽ മോഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഗോയിങ് ടു ഗെറ്റ് abnormally folded proteins. Abnormally folded proteins that will give rise to what? Defective enzymes. Defective enzymes ഉണ്ടാവും. Defective enzymes ഉണ്ടായാൽ we are losing or decrease the enzymatic activity seen. Okay, that is about pathologic effect of radicals. എന്തൊക്കെയാണ്? ലിപ്പിഡ് പെറോക്സിഡേഷൻ ഫസ്റ്റ് പോയിന്റ്, DNA ഡാമേജ് സെക്കൻഡ് പോയിന്റ്, ക്രോസ് ലിങ്കിങ് മോഡിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ തേർഡ് പോയിന്റ്. ഇതാണ് pathologic effect of radicals. ഇനി ഫൈനലി ഹൗ ക്യാൻ ദീസ് ഫ്രീ റാഡിക്കൽസ് ബി റിമൂവ്ഡ്? ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആൻറ്റി ഓക്സിഡൻസ് ഇസ് അഗെയിൻ അനദർ ഷോർട്ട് നോട്ടാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് പ്രസൻസ് വെച്ചാണ് നമുക്ക് എന്താക്കാൻ പറ്റുക? ഈ ഫ്രീ റാഡിക്കൽസ് റിമൂവ് ചെയ്യാൻ പറ്റുക. Again, antioxidants are of two types. We have enzymatic antioxidants and non-enzymatic antioxidants. Enzymatic antioxidants are generated in two ways. ഒന്നെന്ന് വെച്ചാൽ ഈ ഫ്രീ റാഡിക്കൽസ് they can simply undergo spontaneous decay. മിക്കവാറും ഫ്രീ റാഡിക്കൽസിന് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞത് അൺസ്റ്റേബിൾ കോമ്പൗണ്ട്സ്, അവർക്ക് അധികം നാളെ നിൽക്കാൻ പറ്റത്തില്ല. സോ അവരപ്പം തന്നെ ഡീക്കേ ആയിട്ട് പോകും. അത് ഒരു മെക്കാനിസം. രണ്ടെന്ന് പറഞ്ഞാൽ ദർ ഇസ് ആക്ച്വലി എ ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് സിസ്റ്റം ഇൻ അവർ ബോഡി. ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് സിസ്റ്റം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് വെച്ച് യു കെൻ ടോക്ക് അബൌട്ട് സൂപ്പർ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രോക്സിൻ, ഇവരൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സൂപ്പർ ഓക്സൈഡിൽ അഗെയിൻ ഈ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എൻസൈമിൽ upon it and give rise to H2O2. ഈ H2O2 നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ട്, ബയോകെമിസ്ട്രി പഠിച്ചു. യു ലേൺഡ് അബൌട്ട് ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡേസ് ആൻഡ് കാറ്റലേസ്. ദീസ് എൻസൈംസ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻടു സിംപ്ലി വാട്ടർ. വാട്ടർ നമ്മൾ ഹാംലെസ് ആയിട്ട് സംഭവമല്ലേ. അപ്പോൾ ഈ ഒരു ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് സിസ്റ്റം വെച്ച് യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ഫ്രീ റാഡിക്കൽസ്. അത് എൻസൈമാണ്. അപ്പോൾ എൻസൈമാറ്റിൽ എന്തൊക്കെയാണ് വരിക? സ്പോണ്ടേനിയസ് ഡീകേ ആൻഡ് ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് സിസ്റ്റം. നോൺ എൻസൈമാറ്റിക്കൽ യു ഹാവ് മെയിൻലി എക്സോജീനസ് ആൻഡ് എൻഡോജീനസ് കോമ്പൗണ്ട്സ്. എക്സോജീനസ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത്, വൈറ്റമിൻസ് ഒക്കെ നമ്മൾ പുറത്ത് ഫുഡിൽ നിന്ന് എടുക്കുന്നതല്ലേ. വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, എസ്, വൈറ്റമിൻ സി എക്സോജീനസ് ആയിട്ട് വരുന്നത്. എൻഡോജീനസ് ആണ് നമ്മുടെ ബോഡിക്കകത്തുള്ള ചില ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് പ്രോട്ടീൻസ്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫെറിൻ, ഫെറിറ്റിൻ പോലുള്ള ഈ പ്രോട്ടീൻസ് ബോഡി നമ്മുടെ ബോഡിയിലേക്ക് എലമെൻ്റ് ഒക്കെ വേണമെങ്കിലും ഈ അയൺ, കോപ്പർ പോലുള്ള അയോൺസ് കൂടുതൽ ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അയൺ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഫെൻഡൻ റിയാക്ഷൻ വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ടു റാഡിക്കൽ ഫോർമേഷൻ, റൈറ്റ്? അപ്പോൾ ഓവറായിട്ട് അയൺ കോപ്പർ അയോൺസ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ അയൺ കോപ്പർ അയോൺസിനെ സിംപ്ലി ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വിടാതെ ഈ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഗോ ആൻഡ് ബൈൻഡ് ടു ഇറ്റ് ആൻഡ് ദസ് ആക്ട് ആസ് എൻ ആൻറ്റി ഓക്സിഡൻറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് അഗൈൻ ആൻറ്റി ഓക്സിഡൻറ്റ് ഷോർട്ട് നോട്ട് അപ്പോൾ തറന്നിരിക്കണം. എൻസൈമാറ്റിക് ആൻഡ് നോൺ എൻസൈമാറ്റിക്. എൻസൈമാറ്റിക് അഗൈൻ 2 കാറ്റഗറി ആൻഡ് നോൺ എൻസൈമാറ്റിക് ആൻഡ് 2 കാറ്റഗറീസ്. പിന്നെ ഫൈനലി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരിക, ടൈപ്സ് ഓഫ് സെൽ ഇഞ്ചുറി. ടൈപ്സ് ഓഫ് സെൽ ഇഞ്ചുറി എന്തൊക്കെയാണുള്ളത്? വി ഹാവ് 2 types of cell injury. എന്തൊക്കെയാണ്? റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി. ഇറിവേഴ്സിബിൾ ഡീറ്റെയിലി നമുക്ക് വേറെ വീഡിയോ പഠിക്കും. റിവേഴ്സിബിൾ നമുക്ക് പഠിക്കാം. റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് സെൽ ഇഞ്ചുറി ഡ്യൂറിംഗ് വിച്ച് deranged function and morphology of the injured cell can be returned back to the normal condition if the causative stimulus is removed. That is, സെൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഒരുപാട് കോസസ് പഠിച്ചു. ആ കോസ് നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കോസ് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിന് അതിൻ്റെ ഫോർമർ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റണം. ആ ടൈപ്പ് ഓഫ് സെൽ ഇഞ്ചുറിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ വരിക. റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയിൽ മെയിൻലി നമുക്ക് ഈ പത്തോളജി പഠിക്കുമ്പോൾ മെയിൻലി ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുക. ഇപ്പോൾ ഒരു കണ്ടീഷൻ ചോദിച്ചിട്ട് ദേ വിൽ ആസ്ക് അബൌട്ട് ദ മോർഫോളജി, ദറ്റ് ഇസ്
ആ ഒരു കണ്ടീഷൻ കാരണം ഈ ഓർഗനിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ പാത്തോളജിയിൽ അങ്ങനെയാണ് ക്വസ്റ്റൻസ് വരിക. മോർഫോളജി യു ഹാവ് മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ആൻഡ് മാക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കും വാട്ട് ആർ ദ ലൈറ്റ് മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് സീൻ ഇൻ റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി. രണ്ട് ഫീച്ചേഴ്സ് മെയിൻലി കാണുക, ക്ലൗഡി സ്വെല്ലിംഗ് ആൻഡ് ഫാറ്റി ചേഞ്ച്. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ് ക്ലൗഡി സ്വെല്ലിംഗ്? ക്ലൗഡി സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് സം ഡിസ്റ്റർബൻസ് ഇൻ ദ പ്രോട്ടീൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോട്ടീൻ മെറ്റബോളിസം കുറയുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. വാട്ടർ ലെവൽസ് ആർ ഇൻക്രീസിങ് ഇൻസൈഡ് ദ സെൽ. നമ്മൾ ഓൾറെഡി തന്നെ മെക്കാനിസം എനർജി പഠിച്ചല്ലേ. യെസ്, അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ഡിറേഞ്ച്മെൻറ്റ് എന്താ കാണുന്നത്? ആൽബുമിനസ് ഡീജനറേഷൻ, ആൽബുമിൻ്റെ ഡാമേജ് ആൻഡ് വാട്ടർ മെറ്റബോളിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹൈഡ്രോപിക് ചേഞ്ച് എന്ന് പറയും. എന്നാൽ ഹൈഡ്രോപിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെള്ളം, വാട്ടർ കണ്ടന്റ് ഇൻ ദ സെൽ ഇൻക്രീസസ് ആൻഡ് സെൽ സ്റ്റാർട്ട് സ്വെല്ലിംഗ്. ഇറ്റ് ഇസ് ക്ലൗഡി സ്വെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ റീസൺ എന്താ? മെയിൻലി അഗെയിൻ കോസ് സെൽ ഇഞ്ചുറി വെച്ചാൽ മതി. ബാക്ടീരിയൽ ടോക്സിൻ, കെമിക്കൽ പോയ്സൺ, മാൽനറിഷ്മെൻറ്റ്, വാട്ടെവർ. ദിസ് വിൽ കോസ് ഫോർ ചേഞ്ച് ഇൻ അയോൺ ആൻഡ് ഫ്ലൂയിഡ് ഹോമിയോസിസ്. വാട്ടർ അയോൺ ബാലൻസ് മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ വാട്ടറിൻ്റെ ഫ്ലോ സെല്ലിലേക്ക് കൂടി സെൽ വിൽ അപ്പിയർ സ്വോളൻ. ഓക്കെ, അപ്പോൾ ജനറലി ഇത് ഏത് ഓർഗനിലേക്കാണ് കാണുക? കിഡ്നി, ലിവർ, ഹാർട്ട്, മസിൽ പോലുള്ള മേജർ ഓർഗൻസിലായിരിക്കും കാണുക. സോ ഇപ്പോൾ ഒരു ഓർഗനകത്തിൽ എല്ലാ സെല്ലിനും വെള്ളം കയറിക്കുന്നത് ഓബ്വിയസ്ലി ദ ഓർഗൻ വിൽ അപ്പിയർ എൻലാർജ്. ദറ്റ് ഇസ് എ ഗ്രോസ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ഫീച്ചർ. അതാണ് ഓർഗൻ വിൽ അപ്പിയർ എൻലാർജ്, അപ്പിയേഴ്സ് പെയിൽ. കാരണം എന്താ? ഈ വളർന്ന് എല്ലാ ബ്ലഡ് വെസൽസിനെയും കൺജസ്റ്റ് അല്ലെങ്കിൽ കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ് ചെയ്ത് ഇറ്റ് വിൽ അപ്പിയർ പെയിൽ. മൈക്രോസ്കോപ്പിലാണെങ്കിൽ മൈക്രോസ്കോപ്പി ഇവിടെ പറയുന്നത് വി ആർ മെയിൻലി ടോക്കിംഗ് അബൌട്ട് എ സിംഗിൾ ഓർഗൻ, ദാറ്റ് ഇസ് കിഡ്നിയിലുള്ള ചേഞ്ചസാണ് പറയുന്നത്. കിഡ്നിയിൽ എന്താ പറയുന്നത്? സെൽ ഗെറ്റ് സ്വോളൻ, ഇറ്റ് പ്രൊജക്ട് ഇൻ ടു ദ ലൂമൻ. സോ ലൂമൻ ബ്രേക്ക്, ഫൈനലി സൈറ്റോപ്ലാസം ബ്രേക്ക് ചെയ്ത് ഓൾ ദ കണ്ടൻസ് വിൽ കം ഔട്ട്. അത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. മെയിൻലി യു ഷുഡ് ലേൺ ദിസ് വൺ. ക്ലൗഡി സ്വെല്ലിംഗ് ആണ് കാണുക, അതിനുള്ള മെക്കാനിസം മെയിൻലി ഇതിൽ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫാറ്റി ചേഞ്ച്. ഫാറ്റി ചേഞ്ചസ് അഗെയിൻ ഒരു 6 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യനോ ആണ് ഈ ഫാറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ. ഫാറ്റി ചേഞ്ചിനേക്കാൾ നിങ്ങളോട് ചോദിക്കുക ഫാറ്റി ചേഞ്ച് ഓഫ് ലിവർ എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഫാറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ? അതായത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ടു മച്ച് ഓഫ് ട്രൈഗ്ലിസറൈഡ്സ് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്റ്റിയറ്റോസിസ് അല്ലെങ്കിൽ ഫാറ്റി ചേഞ്ച് എന്ന് വിളിക്കുക. നോർമലി അല്ലെങ്കിൽ ദ മോസ്റ്റ് കോമൺലി ഇൻവോൾവ് ഓർഗൻ ഇസ് ലിവർ. പിന്നെ ഹാർട്ട്, സ്കെൽറ്റൽ, കിഡ്നിയൊക്കെ ഉണ്ടെങ്കിലും മോസ്റ്റ് കോമൺലി നമ്മൾ ഫോക്കസ് ചെയ്യുക ലിവറിലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാം നമ്മൾ ഹെപ്പാറ്റിക് സ്റ്റിയറ്റോസിസിനെ പറ്റിയിട്ട്. അപ്പോൾ ഹെപ്പാറ്റിക് സ്റ്റിയറ്റോസിസ് എന്ന് പറഞ്ഞാൽ ദർ ആർ 2 റീസൺസ് ഹെപ്പാറ്റിക് സ്റ്റിയറ്റോസിസ്. വൺ തിങ് ഇസ് ലിവറിന് ദർ ആർ മൾട്ടിപ്പിൾ ഡിസീസസ് ദറ്റ് എഫക്ട് ദ ലിവർ. ദിസ് ക്യാൻ കോസ് ഹെപ്പാറ്റിക് സ്റ്റിയറ്റോസിസ്. ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിക് അബ്യൂസ്, ആൽക്കഹോളിക് ലിവർ ഡിസീസ്, ദെൻ സ്റ്റാർവേഷൻ, റേ സിൻഡ്രോം. റേ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പാരസറ്റമോളൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ വരുന്ന ഒരു ലേൺ ഇൻ ഫാർമക്കോളജി. ഓക്കെ, എനിവേ ഈ അവസ്ഥയിലൊക്കെ യു ഗെറ്റ് ഹെപ്പാറ്റിക് സ്റ്റിയറ്റോസിസ്. ഹൈപ്പർലിപ്പിഡീമിക് സ്റ്റേറ്റ്, ബിക്കോസ് ഓൾറെഡി എന്താ ട്രൈഗ്ലിസറൈഡ് ലെവൽസ് ആർ റൈസിങ് എ ലോട്ട് ഇൻ യുവർ സൈറ്റോപ്ലാസം. സോ ലിപ്പിഡ്സ്, ഹൈപ്പർലിപ്പിഡീമിക് സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്? ഒബീസിറ്റി, ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഹൈപ്പർലിപ്പിഡീമിയ. ഓക്കെ, പാത്തോജനസിസ് ആണ്. വാട്ട് ആർ ദ കോസ്? പാത്തോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് ദ കോസസ്, എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ അസുഖം ഉണ്ടാകുന്നത് എന്നുള്ളത്. ഒരു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രീ ഫാറ്റി ആസിഡ്സ് ആർ എൻ്ററിങ് ഇൻ ടു ദ ലിവർ. എപ്പോഴൊക്കെയാണ് ഒരുപാട് ഫ്രീ ഫാറ്റി ആസിഡ്സ് എപ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യും, ലിവറിലേക്ക് എൻ്റർ ചെയ്യാം? ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് സ്റ്റാർവേഷൻ. ദറ്റ് ഇസ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന കണ്ടീഷനിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? സെൽസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലും ഗ്ലൂക്കോസ് പ്ലെൻറ്റി ഉണ്ട്. പക്ഷേ ഈ ഗ്ലൂക്കോസിനെ ഒന്നും സെല്ലിലൂടെ റിസെപ്റ്റർ വഴി സെല്ലിനകത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ട് ഓൾ ദി ഗ്ലൂക്കോസ് റിമെയിൻസ് ദ ബ്ലഡ് ഇറ്റ്സെൽഫ്. സെല്ലിനകത്തോട്ട് ഗ്ലൂക്കോസ് എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലും സെല്ല് സ്റ്റിൽ സ്റ്റാർവ്ഡാണ്. സെല്ലിന് ഇപ്പോഴും അതിന് വേണ്ട ന്യൂട്രിയൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ സെല്ല് കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പം എവിടുന്നേലും ന്യൂട്രിയൻസ് എവിടുന്നേലും എനർജി മൊബിലൈസ് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ, എനർജി കിട്ടിയേ പറ്റത്തുള്ളൂ സെല്ലിന്. അപ്പോൾ എന്താ ചെയ്യുന്നത്? തൊട്ടടുത്തുള്ള ആദ്യം ഗ്ലൈക്കജൻ സ്റ്റോറേജ് റിസർവ്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കും. പിന്നെ അടുത്ത് മൊബിലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എവിടെയുള്ള അഡിപ്പോസിസ്, ലിപ്പിഡ്സാണ്. ട്രൈഗ്ലിസറൈഡ്സിനെ അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ട്രൈഗ്ലിസറൈഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബ്ലഡിൽ അങ്ങ് ജനറേറ്റ് ആവും. ഈ ഫ്രീ ഫാറ്റി ആസിഡ്സ് ആണ് ലിവറിലോട്ട് വരുന്നത്. ഈ ഡയബറ്റിസ് മെലിറ്റസ് നമുക്കറിയാം. ഡയബറ്റിസ് മെലിറ്റസ് ഇനീഷ്യലി ഡയബറ്റിസ് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് കാണുന്നത് ഒബീസ് ഇൻഡിവിജ്വൽസിലാണെങ്കിലും പിന്നെ ഡയബറ്റിസ് മെലിറ്റസ് വന്ന് 10-20 ഇയേഴ്സ് കഴിഞ്ഞവരെല്ലാവരും അങ്ങനെ മെലിഞ്ഞിട്ടായിരിക്കും.
എക്സ്ട്രീംലി തിന്നായിരിക്കും ആൾക്കാർ. കാരണം എഗെയിൻ ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. മസിൽ ഈ ആദ്യം ഗ്ലൈക്കോജൻ റിസർവ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, അതും മതിയാതെ ഫൈനലി പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ വരെ നടക്കും. ആൻഡ് ദീസ് ഇൻഡിവിജ്വൽസ് അപ്പിയർ വെരി ഇമാസിയേറ്റഡ്. സോ അതേപോലെ തന്നെയാണ് സ്റ്റാർവേഷനിൽ റിയലി ഇവർക്ക് ഫുഡൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എഗെയിൻ ആദ്യം ഗ്ലൈക്കോജൻ സ്റ്റോറേജ് നോക്കും, അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഓൾ ദീസ് ലിപ്പിഡ്സ് ഇത് ബ്രോക്ക് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും, അവരെല്ലാവരും ലിവറിലേക്ക് എത്തും. അതൊന്ന്. രണ്ട്, വി നോ ലിപ്പിഡ് മെറ്റബോളിസം ടേക്സ് പ്ലേസ് ഇൻ ലിവർ. സോ എഗെയിൻ ഫ്രീ ഫാറ്റി ആസിഡ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ലിവർ ഡാമേജിന്. ഫോർ എക്സാമ്പിൾ ദർ ഇസ് ഇൻക്രീസ് ഫാറ്റി ആസിഡ് ഫ്രം ദി അസിറ്റേറ്റ്. പിന്നെ ഫ്രീ ഫാറ്റി ആസിഡ്സ് ആർ നോർമലി കൺവേർട്ടഡ് ടു കീറ്റോൺ ബോഡീസ്. ഇഫ് ദർ ഇസ് ഡിക്രീസ് കൺവേർഷൻ ദർ ഇസ് എ പ്രോബ്ലം. തേർഡ്, നമുക്കറിയാം നിങ്ങൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ലിപ്പിഡിൻ്റെ മെറ്റബോളിസം പഠിച്ചപ്പോൾ ഈ മൈറ്റ് ലേൺ അബൌട്ട് അപ്പോപ്രോട്ടീൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ അപ്പോപ്രോട്ടീൻസ് ആവശ്യം സിന്തസൈസ് ചെയ്തില്ലെങ്കിൽ ഫാറ്റിൻ്റെ മെറ്റബോളിസം നേരെ നടക്കത്തില്ല. അപ്പോൾ ഇതാണ് ഡിഫക്റ്റീവ് മെറ്റബോളിസം. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ലിപ്പോപ്രോട്ടീൻസ് ഉണ്ടായി പക്ഷേ ലിവറിൽ നിന്ന് ഇവരെ മൊബിലൈസ് ചെയ്യുന്നില്ല. 3 റീസൺ. ദർ ഇസ് ഇൻക്രീസ് ഫാറ്റി ആസിഡ് എൻട്രി ഇൻ ടു ദി ലിവർ, ഓർ ദർ ഇസ് ഡിഫക്റ്റീവ് മെറ്റബോളിസം ഓഫ് ലിപ്പിഡ്സ്. ത്രീ റീസൺസ്. ഓർ ലൈപ്പോപ്രോട്ടീൻസ് ഉണ്ടായി പക്ഷേ അവർ ലിവറിൽ മൊബിലൈസ് ചെയ്യുന്നില്ല. ഇതാണ് 3 കോസസ് മെയിൻലി. അപ്പോൾ എന്താ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫ്രീ ഫാറ്റി ആസിഡ് ലെവൽസ് ഇൻ ദ ലിവർ വിൽ എറൈസ്. അങ്ങനെ റൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സാണ് കാണാൻ പറ്റുക? ഗ്രോസ് ഫീച്ചേഴ്സും ഉണ്ട്, മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സും ഉണ്ട്. ഗ്രോസ് ഫീച്ചറിൽ എന്താ കാണാൻ പറ്റുക? ലിവർ വളരെ എൻലാർജ് ആയിരിക്കും, യെല്ലോ ആൻഡ് സോഫ്റ്റ്, ഗ്രീസി ടു ടച്ച്, പഠിക്കാൻ എളുപ്പമല്ലേ. മൈക്രോസ്കോപ്പിക് ഫീച്ചറിൽ കാണുന്നത് ദർ ഇസ് മൈക്രോവെസിക്കുലാർ സിയറ്റോസിസ് ആൻഡ് മാക്രോവെസിക്കുലാർ സിയറ്റോസിസ്. മൈക്രോവെസിക്കുലാർ സിയറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ അവിടെ എവിടെയൊക്കെയായിട്ട് ചെറിയ ചെറിയ വാക്യൂൾസ് ഫോം ചെയ്യും. അതിനെയാണ് മൈക്രോവെസിക്കുലാർ സിയറ്റോസിസ് എന്ന് പറഞ്ഞാൽ. സ്റ്റിൽ ചില ന്യൂക്ലിയസ് ഇവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ അവിടെ എവിടെയൊക്കെ ആയിട്ട് വാക്യൂൾസ് ഫോം ചെയ്യും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാക്രോവെസിക്കുലാർ സിയറ്റോസിസ് ആണ്. അതെന്ന് വെച്ചാൽ ഈ കുഞ്ഞു വാക്യൂൾസ് എല്ലാം കൂടെ ചേർന്നൊരു വലിയ വാക്യൂളായിട്ട് മാറും. എന്നിട്ട് ഈ സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈറ്റോപ്ലാസം പെരിഫറിയിലോട്ട് അങ്ങ് പുഷ് ചെയ്ത് പെരിഫറി കൊണ്ട് നിർത്തും. അതിനെയാണ് മാക്രോവെസിക്കുലാർ സിയറ്റോസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ, ഇറ്റ് ലുക്സ് ലൈക്ക് എ റിംഗ്, അല്ലെ സിഗ്നറ്റ് റിംഗ് എന്നൊരു പ്രത്യേക റിംഗ് ഉണ്ട്. സിഗ്നറ്റ് റിംഗ് അപ്പിയറൻസ് തരും. ഇങ്ങനെ പെത്തോളജി ഇങ്ങനത്തെ ഓരോ പേരുകൾ വരും. സിഗ്നറ്റ് റിംഗ് അപ്പിയറൻസ്, അല്ലെങ്കിൽ ഫ്രൈഡേക്ക് അപ്പിയറൻസ്, അങ്ങനെ ഓരോ പേരുകൾക്കും പെത്തോളജി വരുമ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സിഗ്നറ്റ് റിംഗ് അപ്പിയറൻസ് ഏതിലാണ് കാണാൻ വെച്ചാൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സിയറ്റോസിസിലാണ് കാണാൻ പറ്റുക. ആൻഡ് ഹൗ കെൻ യു സീ, അല്ലേ, ഇപ്പം ഇങ്ങനെ നോർമലി HNE സ്റ്റെയിനിങ്ങിൽ, ദാറ്റ് ഇസ് ഹെമറ്റോസിൻ ഇയോസിൻ സ്റ്റെയിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫാറ്റ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഹിസ്റ്റോളജി കണ്ടിട്ടുണ്ട്, ബട്ട് യു മൈറ്റ് ഹവ് സീൻ ഓറഞ്ച് കളർ അപ്പിയറൻസ് സ്ലൈഡ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റെയിനാണ് യൂസ് ചെയ്യുക ലിപ്പിഡ്സ് കാണാൻ? യു ക്യാൻ യൂസ് ഓയിൽ റെഡോ സ്റ്റെയിൻ ഓർ സുഡാൻ 4 ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെപ്പാറ്റിക് സിയറ്റോസിസ്. ഫൈനലി ലാസ്റ്റ് ടോപ്പിക്ക് ഹാർട്ടാണ്. ഹാർട്ടിലുള്ള പാറ്റേൺസും പറയാം. ഹാർട്ട് ഇസ് നോട്ട് ദാറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആസ് ലിവർ, പക്ഷേ ജസ്റ്റ് പറയാം. ഹാർട്ടിൽ നമുക്ക് 2 രീതിയിലാണ് കാണാൻ പറ്റും മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. ഒന്ന്, ലെറ്റ് us say ഹാർട്ട് has experienced moderate hypoxia for a prolonged period. അങ്ങനെ ആകുമ്പോൾ ഹാർട്ടിൽ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് ബാൻഡ്സ് ഓഫ് ഡാർക്കർ റെഡ് ബ്രൗൺ, ലെറ്റ് us ഇടയ്ക്കിടയ്ക്ക് യെല്ലോ കളർ വരും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് യെല്ലോ കളർ വരും. പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരും. യെല്ലോ കളർ വരും, ഡാർക്ക് ബ്രൗൺ കളർ വരും. ഇങ്ങനൊരു അപ്പിയറൻസ് ആയിരിക്കും പ്രൊലോങ്ഡ് മോഡറേറ്റ് ഹൈപ്പോക്സിയ ഉണ്ടായ വരിക. ഈ ഒരു അപ്പിയറൻസിന് വിളിക്കുന്ന പേരാണ് ടാബി കാറ്റ് അപ്പിയറൻസ് എന്ന് പറഞ്ഞത്. ഇനി സിവിയർ ഹൈപ്പോക്സിയ ആണെങ്കിൽ യൂണിഫോം എൻറ്റയർ ഹാർട്ടിലും യെല്ലോ കളറായിരിക്കും കാണാൻ പറ്റും. Okay, there is uniform involvement and alternate involvement. Alternate involvement is seen in prolonged moderate hypoxia. Uniform involvement is seen in severe hypoxia. That is all about reversible cell injury changes. Finally, irreversible cell injury. Irreversible cell injury is the damage is so severe that cell is damaged forever and it just dies. Cell death നമുക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട്. നെക്രോസിസ്, അപ്പോപ്റ്റോസിസ് പോലെ ഒരുപാട് ടൈപ്സ് ഉണ്ട്, which will be dealt in the future videos. That's all about this topic. ഈ ടോപ്പിക് മെയിൻലി ഒരു എസ്സേ ടോപ്പിക് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഈസി ക്വസ്റ്റ്യൻ ആണ്. പെത്തോളജി വരെ മനസ്സിലാക്കി പഠിച്ചാൽ ഭയങ്കര എളുപ്പമാണ് പഠിക്കാൻ. ഒരു തവണ പഠിച്ചാൽ തന്നെ ഇറ്റ് വിൽ ബി റീറ്റെയിൻ വെൽ. That's all. And again, let me remind all of you to like, share and subscribe this video. Doubts ഉണ്ടെങ്കിൽ you can definitely contact your mentors and notes will be pinned in the description box. And that's all. Thank you.